നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ 125 റേസ് ടു നെഗറ്റീവ് 1/3 ഇൻറ്റു 125 റേസ് ടു 1/3 മൈനസ് 125 റേസ് ടു 2/3. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന പവറിൻ്റെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ ആണോ അതനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള ബേസിനെ നമ്മൾ എഴുതണം. പവർ ഇവിടെ 3 ആണെങ്കിൽ ഇതിൻ്റെ പവർ 3 വരുന്ന രീതിയിൽ നമ്മൾ ഈ ബേസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എന്ത് വരും? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് എടുത്ത് എഴുതിയതിന് ശേഷം ഈക്വൽ സൈൻ ഇടുക കേട്ടോ. 125 റേസ് ടു നെഗറ്റീവ് 1/3. അപ്പോൾ 125 എന്ന് പറയുന്നതിനെ നമ്മൾ പവർ 3 വരുന്ന രീതിയിലാക്കണം. അപ്പോൾ ഏതിൻ്റെ ക്യൂബാണ്? 125 5ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 5 ക്യൂബ് the whole raised to negative 1/3 into ഇവിടെ 125 എന്ന് പറയുന്നത് എന്താണ്? 5 raised to 3 the whole raised to 1/3 minus 125 is 5 raised to 3 അല്ലെങ്കിൽ 5 cube divided by 2 raised to 3 is equal to ഇതെന്ത് വരും? a raised to m the whole raised to n. അപ്പോൾ a raised to mn എന്ന് വരും. അപ്പോൾ 5 raised to 3 ഇൻറ്റു നെഗറ്റീവ് 1/3 ബ്രാക്കറ്റിൽ 5 raised to 3 ഇൻറ്റു 1/3 മൈനസ് ഇതും അതേപോലെയാകും 5 raised to 3 ഇൻറ്റു 2/3. ഇവിടെ 3യും 3യും കട്ടായിപ്പോവും, ഇവിടെയും 3യും 3യും കട്ടായിപ്പോവും, ഇവിടെയും 3യും 3യും കട്ടായിപ്പോവും. അപ്പോൾ എന്ത് വരും? 5 raised to negative 1 ഇൻറ്റു 5 മൈനസ് 5 സ്ക്വയർ is equal to 5 raised to negative 1 എന്ന് പറയുന്നത് എന്താ? 5 raised to negative 1 എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1/5 ഇൻറ്റു 5 മൈനസ് 5 സ്ക്വയർ ഈസ് 25 is equal to 1/5 into 5 minus 25 is negative 20. 5ഉം 20യും കൂടെ കട്ട് ചെയ്താൽ 4 എന്ന് കിട്ടും. So answer is negative 4. Next question. Rationalize the denominator of 1/√3 plus √2 and hence evaluate by taking √2 is equal to 1.414 and √3 is equal to 1.732 up to 3 places of decimals. അപ്പോൾ നമ്മളോട് ഇവിടെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ √2നും √3നും വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്കിതിനെ റാഷണലൈസ് ചെയ്യാം. ഇതിനെ നമുക്കൊന്ന് റാഷണലൈസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുക. 1/√3 പ്ലസ് √2. റാഷണലൈസ് ചെയ്യണം എന്ത് ചെയ്യണം? ഈ സൈൻ ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ബേസ് ഈക്വൽ ടു 1/√3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2 ബൈ √3 minus √2 is equal to 1 into √3 minus √2 എന്ത് വരും? √3 minus √2 തന്നെ വരും. ഇത് ഏത് ഫോമിലാണ്? a plus b into a minus b. a plus b into a minus b is a square minus b square. അപ്പോൾ √3 square minus √2 square is equal to √3 minus √2 by √3 square is 3. √2 square is 2. is equal to എന്ത് കിട്ടും? √3 മൈനസ് √2 ബൈ 3 മൈനസ് 2 ഈസ് 1. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടി? √3 മൈനസ് √2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? √3യുടെയും √2ൻ്റെയും വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് √3 ആൻഡ് √2 we get നമുക്ക് എന്ത് കിട്ടും? √3 മൈനസ് √2 ഈസ് ഈക്വൽ ടു √3 എന്താണ്? 1.732 മൈനസ് √2 എന്താണ്? 1.414. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 1.732 മൈനസ് 1.414
ഇവിടെ കട്ട് ചെയ്ത് 2 ആകുന്നു. ഇവിടെ 12. അപ്പോൾ 8 വരും. 2 minus 1 is 1. 7 minus 4 is 3. 0. ആൻസർ എന്ത് കിട്ടി? 0.318. അപ്പോൾ നമ്മളോട് ഇവാലുവേറ്റ് ബൈ ടേക്കിംഗ് √2 and √3 up to 3 places of decimals എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 places ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0.318 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.